ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പ്രഭാവതി കാരുണ്യദീപത്തിൻ്റെ മുന്നിലെത്തി. അപ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്നു. അന്നേരം രാധാമണിയമ്മയെ കണ്ടു. രാധാമണിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എൻ്റെ കൂടെ അകത്തേക്ക് എങ്ങാനും വരുമെന്ന് പേടിച്ച് നിൽക്കുക. അപ്പോഴേക്കും അടുത്തേക്ക് വന്നോട്ടെ രാധാമണിയമ്മ, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് പോയിക്കൂടെ, ഞാൻ ഇവിടം വരെ ഉള്ളൂ എന്ന് പ്രഭാവതി അമ്മ രാധാമണിയമ്മയോട് പറയുക. രാധാമണിയമ്മ ഇങ്ങനെ നിൽക്കുക. കേട്ടോ, നിങ്ങളിത് കണ്ടോ, ഞാൻ അന്വേഷിച്ച് വന്ന സ്ഥലം ഇതാണെന്നും നിങ്ങളെ അകത്തേക്ക് വിടില്ല എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി അമ്മ പറയുന്നുണ്ട്. ഇനിയുള്ള കാലം ഇവിടെ കഴിയാമെന്ന് പ്രതീക്ഷിച്ചവളാണ് ഞാൻ. ദയവ് ചെയ്ത് നിങ്ങളും അതൊന്നും ഇല്ലാണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നിങ്ങൾ അകത്തേക്കാണോ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിച്ചപ്പോൾ അതെ, എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയാം, അമ്മയൊന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിൽ റിസപ്ഷനിൽ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ പ്രഭാവതി അകത്തേക്ക് പറഞ്ഞു വിടുന്നു ആ ചേട്ടൻ. അപ്പോഴാണ് രാധാമണിയമ്മയെ കണ്ടത്. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പം എനിക്കറിയാം, പക്ഷെ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു പ്രഭാവതി അമ്മ. അപ്പോൾ രാധാമണിയമ്മ അകത്തേക്ക് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കേട്ടോ, ആ സമയം ഒന്ന് വേണ്ടപ്പെട്ടവരെ വിവരം അറിയിച്ചിരുന്നത് നന്നായിരുന്നുവെന്നും ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളുമല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. കേട്ടോ പ്രഭാവതി അമ്മ. കണ്ടിട്ട് മുഖം തിരിച്ച് പോവാനും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം, ഇതൊക്കെ ഇവിടെ പതിവ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അമ്മ എവിടെ പോകാനായിട്ട് ഇറങ്ങിയതാണെന്നൊക്കെ രാധാമണിയമ്മയോട് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക. അമ്മ എന്താ അങ്ങനെ ആണെങ്കിലും എന്നോട് പറയാം, എന്നാലേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പറയും. ഇവിടെ ആരെങ്കിലും കാണാൻ വന്നതാണോ ഒക്കെ ചോദിച്ചു. ഒരക്ഷരം പോലും അമ്മ മിണ്ടുന്നില്ല. അങ്ങനെ അമ്മയെ ഗേറ്റിനെ പുറത്താക്കിയിട്ട് അവർ ഗേറ്റ് അടച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ജാനകിയും അഭിയും സക്കീർ ഭായും കൂടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതിയായിരുന്നു, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ അനാസ്ഥ കൊണ്ടാണ് അമ്മ ഇറങ്ങിപ്പോയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി ഭയങ്കര കരച്ചിലാട്ടോ. അയാൾ അത്ര ഗൗരവത്തിൽ അതൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി പറയുമ്പോൾ അമ്മയെ തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ അതിനുള്ള റീസണും കൂടെ നമ്മൾ പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു അന്നേരം അഭി ജാനകിയോട്. സംശയം തോന്നാതെ ഒരാളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴും ജാനകിക്ക് ഭയങ്കര ടെൻഷനും വേവലാതിയും. നമ്മൾ സംശയിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മൾ പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ജാനകിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ മേരിയമ്മയെ വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചുവെന്നും അമ്മ ഗേറ്റിലേക്ക് നോക്കി സിറ്റ് ഔട്ടിൽ ഒരേ ഇരിപ്പായിരുന്നു എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ തമ്പി തന്നെ ഇതിൻ്റെ പിന്നിൽ, അതിനൊരു സംശയമില്ല. തമ്പിയുടെ ആൾക്കാരുടെ കയ്യിൽ എൻ്റെ അമ്മ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഭയങ്കര വഴക്കും കരച്ചിലും കാര്യങ്ങളും. അയാൾ എൻ്റെ അമ്മയെ കൊന്നു കളയുമെന്നും പറഞ്ഞ് ജാനകി ഭയങ്കര കരച്ചിലാണ്. തമ്പിയുടെ ഓരോ നീക്കങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം സക്കീർ ഭായ് എന്ന് അന്നേരം അഭി പറയാം. ജാനകി പറയുന്നത് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സക്കീർ ഭായ് വേഗം ഫോണും വിളിക്കാം. അപ്പോൾ വീട്ടിലെ CCTVയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ അഭി അന്നേരം പറഞ്ഞു. ഞാൻ ആ കാര്യത്തെപ്പറ്റി ഓർത്തതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവരവിടെ നിന്ന് ഇങ്ങനെ പറയാം. എന്നിട്ട് പിന്നെ ജാനകിയെ ചേർത്ത് പിടിച്ച് ഭയങ്കര കരച്ചിൽ അഭി. ഈ സമയം പിന്നെ പ്രഭാവതി അമ്മ കാരുണ്യദീപത്തിൽ കയറി വന്ന് സുമംഗലാമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നീ പറയുന്നതൊക്കെ സത്യമാണോ? അമ്മയോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്തിനാ അമ്മയെന്ന് ചോദിച്ചു അന്നേരം പ്രഭാവതി. ഇവിടെ ജന്മം കഴിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യം പറയുമ്പോൾ സുമംഗലാമ്മ ഒന്ന് ഞെട്ടി. കേട്ടോ, ശരിക്കും ഞെട്ടി തന്നെ ഇങ്ങനെ നിൽക്കുക. അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ പ്രവേശനം എനിക്ക് കിട്ടിയെന്നും വരുന്ന വഴി ഞാൻ നളിനിയെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും പ്രഭാവതി ഇങ്ങനെ പറയുക. അപ്പം അതൊക്കെ കേട്ടിങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക സുമംഗല. അപ്പം നളിനിയാണ് മേഡത്തിനോട് ശുപാർശ ചെയ്തത്, നമ്മുടെ രണ്ടുപേരുടെയും ചെലവിനുള്ള പൈസ ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യവും പറഞ്ഞ് അപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് വേണ്ടി ആരോ 10 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. വിശ്വം എന്നൊരു പേരാണ് പറഞ്ഞത്, പക്ഷേ നളിനി പറഞ്ഞത് അഭിയാണ് അത്രേ അത് ചെയ്തതെന്ന്. അപ്പോഴേക്കും നോക്കുക, അമ്മയ്ക്ക് വിശ്വൻ എന്നൊരാളെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും എന്നോട് അങ്ങനെ ഒരു പേരാ അവർ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ നമ്മുടെ അമ്മ. അഭിയോട് അമ്മയുടെ ഇവിടുത്തെ അവസ്ഥയെപ്പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, മറ്റാരുടെയോ പേരിൽ അവനത് ചെയ്തതാണെന്ന് പ്രഭാവതി പറയുക. കേട്ടോ, അപ്പോൾ സുമംഗല ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അമ്മ ഇവിടെ വന്നിട്ട് വിവരങ്ങൾ അന്വേഷിച്ചത് അഭിയും ജാനകിയും മാത്രമാണെന്ന കാര്യവും പ്രഭാവതി ഇങ്ങനെ പറഞ്ഞു. മുത്തശ്ശി എന്നുള്ളൊരു വാക്കു പോലും അവിടെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്ന കാര്യവും പ്രഭാവതി സുമംഗലയോട് പറയണു. പിന്നെ ആകെ പറഞ്ഞ് കേൾക്കുന്നത് പൊന്നു പറയുമ്പോഴാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. മുത്തശ്ശി എപ്പോഴാണ് വരുന്നത് എന്ന് അവൾ എപ്പോഴും ചോദിക്കുമെന്നൊക്കെ പറയുമ്പോൾ തള്ള ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഉളുപ്പുമില്ല ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ നിൽക്കും. എനിക്കറിയാം അമ്മ പറയാൻ പോകുന്നത് അമ്മയുടെ അവസ്ഥ അറിഞ്ഞ് സന്തോഷിക്കാനാവും അവർ അന്വേഷിക്കുന്നത് എന്നുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ നീ ഇവിടെ പണം അടച്ചോന്ന് ചോദിച്ചു തള്ള വേറെ വിഷയം എടുത്തിടുക. കയ്യിലുണ്ടായിരുന്നത് ഞാനിവിടെ അടച്ചു. നീ എന്ത് വിഡ്ഢിത്തരോ എൻ്റെ പ്രഭയെ ഇവിടെ കാണിച്ചത്? മക്കളോടുള്ള വാശിക്ക് അവരൊരു പാഠം പഠിപ്പിക്കാനാണ് നീ വീട് വിട്ട് ഇറങ്ങിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്നും നിന്റെ മക്കൾ പിന്നാലെ വന്ന് നിന്റെ കയ്യും കാലും പിടിച്ച് നിന്നെ കൂടെ കൊണ്ടുപോകുമെന്നും എനിക്കറിയാം. പിന്നെ നിന്റെ ആവശ്യം ഇനിയാണ് അവർക്ക് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരൊരു ജോലിക്കാരെ വെച്ചോളൂ അമ്മേ, എന്നെക്കൊണ്ട് മറ്റെന്താവശ്യം അവർക്കുള്ളത്? 2 മരുമക്കളുടെയും പേര് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന്
സുമംഗല പറയുമ്പോൾ ആ കാലമൊക്കെ പോയമേ, പണം കൊടുത്താൽ ഇപ്പോൾ ആരെയും അമ്മയെ കിട്ടാത്തതെന്ന് ചോദിച്ചു. നീ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രഭയെന്നും പറഞ്ഞ് അമ്മ പറയുമ്പോൾ പ്രഭാവതി ഇങ്ങനെ നോക്കുക. നാളെ നിന്റെ ഗതിയും ഇത് തന്നെ ആകുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു വിധി നിനക്കുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭിയാണെന്നുള്ള രീതിയിൽ ഈ സുമംഗലത്തള്ള സംസാരിക്കുമ്പോൾ അമ്മ ഇത് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്ക് പറയാൻ ലജ്ജയുണ്ട് അമ്മയോട്. ഇത്തരം സമയമായിട്ടും അമ്മയോട് ഞാനത് പറയാതിരുന്നതാണെന്ന കാര്യവും പ്രഭാവതി പറയുക. എൻ്റെ മുഖത്തടിക്കാൻ അപർണ കൈ ഉയർത്തി എന്ന് പറയുമ്പോഴേക്കും ഞട്ടലോടെ നമ്മുടെ സുമംഗൽ ഇങ്ങനെ നിൽക്കുക. അടിച്ചില്ലെങ്കിലും അടി കൊണ്ടതിന് തുല്യമായി അതെന്നുള്ള കാര്യം പറഞ്ഞു. നിന്നെ തല്ലാൻ തമ്പിയുടെ മോള് കൈ ഉയർത്തിന്നു, നാണം ഉണ്ടോടി നിനക്ക് ഇതെന്നോട് പറയാനായിട്ട്? നീ ആ കൈവെട്ടി താഴെയിടണമായിരുന്നു എന്നാണ് സുമംഗലാമ്മ പറഞ്ഞത്. എൻ്റെ ജീവിതം കെട്ടടങ്ങിയില്ല അമ്മേ, ഇനി അവളുടെ കാലമല്ലേ, അവള് ജീവിക്കട്ടെ. അടി കിട്ടാത്തത് ഭാഗ്യമെന്നാണ് ആശ്വസിക്കേണ്ടത്. അടി കിട്ടി ഇറങ്ങിയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് കാണുന്നതൊന്നും നാളെ ഉണ്ടാവില്ല അമ്മേ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതേ തെറ്റാ. ഒരു പുസ്തകത്തിലെ പേജുകൾ മറിക്കുന്നത് പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിതം. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മളിൽ ഒരാൾ ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുൻപ് അമ്മയുടെ കൂടെ കഴിയാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്ന് പ്രഭാവതി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നളിനി പ്രഭാവതി അമ്മ വരൂ, മേഡം കാണണമെന്ന് പറയുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം അമ്മ റൂമിലേക്ക് ചെന്നോളൂ, ഞാൻ വരാമെന്നും പറഞ്ഞു പ്രഭാവതി അവിടെ നിന്ന് മേഡത്തിനെ കാണാൻ പോയി. ഈ സമയത്താണ് മകൾ, അതായത് അപർണ തെക്കു വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്കും ഫോണിലേക്ക് കോള് വന്നു. പെട്ടെന്ന് വേറെ ആരും ആയിരുന്നില്ല, പശുപതിയായിരുന്നു എടുത്തിരുന്നത്. ക്ഷമിക്കണം മേഡം, അതിവിദഗ്ധമായിട്ട് എന്നെ കബളിപ്പിച്ച് അവർ മറ്റൊരു വണ്ടിയിൽ കയറി പോയി എന്നൊക്കെ പറഞ്ഞു. ഓ അപ്പോഴത്തേക്കും നാണമില്ലേടോ തനിക്ക് എന്നോട് പറയാനെന്ന് ചോദിച്ചു പ്രഭാവതി. അപർണ അയാളെ പേടിപ്പിക്കുക അതിവിദഗ്ധമായി പോലും. ഓ തന്നെയൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതൊക്കെ തൻ്റെ മനസ്സിലിരുന്നാൽ മതി, അപർണയുടെ അടുത്ത് താൻ ചിലവാക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ മേഡം, ഞാൻ സത്യം പറയുന്ന നുണയല്ല പറഞ്ഞത്. അഭിറാമിൻ്റെ കാറിന് പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെന്താ ആ കാർ മാഞ്ഞു പോയോടോ? താൻ ഈ പറഞ്ഞതൊക്കെ വെറും പച്ചക്കളമാണെന്ന് എനിക്കറിയാവും. മദ്യപിച്ചിരിക്കല്ലേടോ താനിപ്പോൾ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മേഡം, ഞാനൊരു പണി ഏറ്റെടുത്താ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ നിർത്തടോ. അയ്യോ മേഡം, ഇനി താൻ ഇതെന്നോട് പറയരുത്, ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാണെന്ന് പറഞ്ഞു. മേഡം ആരും കരുതുന്നത് പോലെയൊന്നും അഭിറാം 10 തലയുടെ ബുദ്ധി അവന്. അവൻ ബുദ്ധിരാക്ഷസനാണ് മേഡം, ബുദ്ധിരാക്ഷസൻ. അപ്പം തൻ്റെ തലയ്ക്കകത്ത് കളിമണ്ണും അല്ലേടോ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഷോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അപർണയാണെങ്കിൽ അയാളെ പേടിപ്പിച്ച് വിറപ്പിച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ താനത് കണ്ടുപിടിച്ച് പറഞ്ഞില്ലെങ്കിൽ തന്നെ പോലീസിൽ ഏൽപ്പിക്കും. പിന്നെ പോലീസിന് വേണ്ടി തത്ത പറയേണ്ടതുപോലെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണോ തൻ്റെ യഥാർത്ഥ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ മേഡം ഞാൻ പറയടോ, പീതാംബരൻ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞു. അങ്ങനെ തനിക്ക് തരുന്ന അവസരം എൻ്റെ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിടുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ അപർണ പറഞ്ഞു. ആ വഴിയും മുട്ടി അപർണ ഇങ്ങനെ ആകെ വശപശക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടി മോളെ എന്നും ചോദിച്ച. അപ്പോഴേക്കും മകള് അല്ല അച്ഛൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല ആകെ ഒന്ന് ഉടഞ്ഞതുപോലെ ഉണ്ടല്ലോ, ആരോ നന്നായി അച്ഛനെ കൈകാര്യം ചെയ്തതുപോലെ ഉണ്ടല്ലോ എന്ന് മകൾ അച്ഛനോട് പറയുമ്പം നീ ആണോടി മോളെ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിൻ്റെ അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് ഉറക്കം തീരെയില്ല. പറഞ്ഞു ഫലിപ്പിക്കാൻ അച്ഛൻ പിന്നെ ഭയങ്കര മിടുക്കനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വല്ല കേസ് ഒഴിയാൻ വയ്യാതെ വന്ന പനി പിടിച്ച വീട്ടിലാണെന്ന് പറയുന്ന കക്ഷിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ ഇരിക്കുന്നു. 2 സംഭവങ്ങൾ ഉണ്ടായിട്ട് അച്ഛൻ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു. എടി മോളെ, പ്രഭ നേരെ ചെന്ന് കയറിയത് കാരുണ്യദീപത്തിൽ തന്നെയാണെന്ന് പറയുമ്പം അച്ഛൻ ആരൊക്കെയോ അങ്ങോട്ട് അയച്ചായിരുന്നല്ലോ, അതിനു മുന്നേ പ്രഭ അവിടെ ചെന്ന് കയറി കഴിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികം അച്ഛനെ സംബന്ധിച്ച് കൂടുതൽ എന്ത് പറയാനാണല്ലേ. അഭിയും ജാനകിയും പോയ സ്ഥലം അതേതെന്ന് കണ്ടെത്തിയോ? അപ്പോൾ അതിന് കഴിഞ്ഞില്ലടി മോനെ. അപ്പോൾ അതും വീണ്ടും സ്വാഭാവികം. അതെ, അവരപകടം മുൻകൂട്ടി കണ്ടു തരികട പണി കാണിച്ചു. അത് അബിയുടെ ബുദ്ധി. അപ്പോൾ എടി മോളെ ആ ഫോട്ടോ എങ്ങാനും ഇവിടെ ഉണ്ടോടി? അതോ അബി പോയപ്പോൾ അത് കൂടെ കൊണ്ടുപോയോടി മോളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല, ഞാനതൊന്നും കണ്ടിട്ടില്ല, എനിക്കിട്ട് അറിയാനും പാടില്ല എന്ന് പറഞ്ഞു മകൾ അച്ഛനോട്. അത് എന്നെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോടി മോളെ? ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, നീ ഒന്ന് വാടിയൊന്ന് കാണിച്ചാടി എന്ന് പറയുമ്പോൾ ഓ റൂം ലൂക്ക് ചെയ്തിട്ടാണ് അവർ പോയിരിക്കുന്നത്, വാതിൽ ഇനി കുത്തി പൊളിക്കണമെന്ന് ചോദിച്ചു അപർണ. ഓ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ഇരിക്കുക. ഇനി അതിൻ്റെ വഴി കൂടിയേ കേൾക്കാനുള്ളൂ. ഇപ്പം തന്നെ കള്ളി എന്നുള്ള പേരാ എനിക്ക്. നീ ഇങ്ങനെ ചൂടാവാതെടി മോളെ, ചൂടാവാൻ മാത്രം എന്താ ഉള്ളത്? ജാനകിയുടെ താമസ സ്ഥലം കണ്ടുപിടിക്കുന്നതിലൊന്നും അല്ല അച്ഛന് താല്പര്യം, ആ അബി കൊണ്ടുവന്ന ഫോട്ടോ കാണാനാണല്ലേ എന്നൊക്കെ അപർണ ദേഷ്യത്തോടെ അച്ഛനോട് ചോദിക്കുമ്പോൾ എടി മോളെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ
ആ വക്കീൽ ഫോണിൽ എൻ്റെ പഴയ കാലത്തെ ചിത്രം എന്നെ കാണിച്ചു എന്ന്. അത് തന്നെയാണോ അഭി വലുതാക്കി കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അപർണ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണേ. എനിക്കെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടടി മോളെ, നമ്മളൊക്കെ കരുതലോടെ ഇരിക്കേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ അപർണ ഇങ്ങനെ ആലോചിക്കുക, ശരിയാണോ എൻ്റെ ഫോട്ടോ ആരെയോ കാണിക്കാനുള്ള നീക്കമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരെ കാണിച്ചാലും അച്ഛനെന്താ, അച്ഛനല്ലാതെ ആവുമോ എന്ന് അപർണ നേരം ചോദിച്ചു. ഞാൻ കണ്ടത് അച്ഛൻ്റെ ചിത്രമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഒരു വഴിയുണ്ട്, നീ വീട്ടിലേക്ക് വന്നേ, എൻ്റെയും വസുമതിയുടെയും കല്യാണ ആൽബം നോക്കിയാൽ നിനക്കത് മനസ്സിലാകും നീ കണ്ട ചിത്രം എൻ്റേത് തന്നെയാണോ എന്ന്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോവാതെ ഇവിടുന്ന് പോയ സ്ത്രീയെ കാരുണ്യ ദീപത്തിൽ നിന്ന് പുകച്ച് പുറത്തി അടിക്കാൻ നോക്കാനായിട്ട് അപർണ തമ്പിയോട് പറയുക. വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായിട്ടാണ് അവരിവിടെ നിന്ന് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ വിവാഹാൽബവും കണ്ട് സന്തോഷിക്കാനുള്ള മനസ്സൊന്നും അല്ല എനിക്കിപ്പോൾ ഉള്ളത്. അതെ, വെഡിങ് ആനിവേഴ്സറിക്ക് ആവട്ടെ എന്നൊക്കെയാണ് അപർണ പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛൻ ഇപ്പം തന്നെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അച്ഛന് നല്ല ക്ഷീണമുണ്ടല്ലോ, ഞാൻ കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞു മകൾ ചായ ഇടാൻ പോയി. ഈ സമയത്ത് നിന്റെ ഇരിക്കപ്പുറത്ത് തുടങ്ങിയോടാന്നും ചോദിച്ചുകൊണ്ട് സൂര്യനാരായണൻ്റെ ഫോട്ടോയിൽ നിന്ന് അശരീരി പോലെ തമ്പിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതെടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരെ എറിയാൻ ഇനിയും നേരം ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കി അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കാരുണ്യദീപത്തിൽ എത്തിയിരിക്കുകയും അമലും അജയും നിരഞ്ജനയും കൂടെ. അങ്ങനെ നളിനി ചേച്ചിയെ കണ്ട് സംസാരിക്കാം. നളിനി ചേച്ചി ചെന്ന് അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു അമൽ. അല്ലെങ്കിൽ അമ്മയുടെ അരികിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയാലും മതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകാനൊന്നും എനിക്ക് അനുവാദം ഇല്ലെന്നും അമ്മ വരുന്ന ഒരു ലക്ഷണവും ഇല്ല എന്നും നളിനി ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യുവാണെന്നും ഇവർക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പോയിക്കോളൂ, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വാ, അപ്പോഴേക്കും പ്രഭാവതി അമ്മയുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാനും അവരോട് സംസാരിക്കാമെന്നൊക്കെ നമ്മുടെ നളിനി പറയുമ്പോൾ നളിനി ചേച്ചി ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, അമ്മ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും നളിനി ചേച്ചി നിന്ന് പറയാനൊക്കെ പറഞ്ഞു നിരഞ്ജന. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണെന്നും എന്തിനാണ് അമ്മ ഇറങ്ങിപ്പോയതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ നേരത്തേന് അജയ് ചോദിച്ചു. ഒന്ന് കാണാൻ പോലും അമ്മ കൂട്ടാക്കാതിരുന്നാൽ ഞങ്ങൾ പോവില്ല എന്ന് അജയ് പറഞ്ഞു. ഇറങ്ങിപ്പോവാനുള്ള കാരണം അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അജയ് സംസാരിക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ ആ വീട്ടിൽ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചോന്നും ചോദിച്ചുകൊണ്ട് പ്രഭാവതി അമ്മയും സുമംഗലാമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേരും അവിടെ വന്ന് നിൽപ്പുണ്ട്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അമൽ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. വീട്ടു ജോലിക്കാരി ഇല്ലാതായി പോയപ്പോൾ അന്വേഷിച്ച് വന്നിരിക്കുന്നു എല്ലാവരും. ഞാൻ ആ വീട്ടിലെ പണി വേണ്ടാന്ന് വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മ പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അജയ്. അമ്മ അവിടെ വീട്ടു ജോലിക്കാരിയാണെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ അജയ് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പ്രഭാവതി നിന്ന് ചിരിക്കുക. ആരും അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ആരെങ്കിലും അമ്മയെ കൊണ്ട് അവിടെ പണി ചെയ്യിപ്പിച്ചതാണോ, അമ്മ ഓരോന്ന് സ്വയം ചെയ്തതല്ലേ എന്ന് അജയ് ഇങ്ങനെ ചോദിക്കുക. പ്രഭാവതിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അമ്മ ഞങ്ങളോട് കൂടെ വരാൻ പറഞ്ഞു അമല്. പിന്നെ അമ്മ വരാതെ ഞങ്ങൾ പോവില്ല എന്നും ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ കഴിഞ്ഞോളാമെന്നും അമല് പറയുക. അപ്പം നിങ്ങളെ ഇവിടെയുള്ളവർ നിർത്തുമെങ്കിൽ നിങ്ങൾക്കിവിടെ താമസിക്കാം, അതിന് ഞാനെന്ത് വേണമെന്ന് പ്രഭാവതി അന്നേരം അമലിനോട് ചോദിക്കുക. അങ്ങനെ ഇവർ മാറിയുമ്പോൾ തിരിഞ്ഞും പറയാം, കൊച്ചുമക്കള് അമ്മയെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാ ഇന്ന് പ്രഭാവതി അമ്മ. എടുത്തു വളർത്തിയ മുത്തശ്ശിയൊന്നും നോക്കുക പോലും ചെയ്തില്ല. പ്രഭാവതി നിന്റെ വിധി തീർന്നിട്ടില്ല, ഇവരുടെ മക്കള് നിന്നോട് ഇതുപോലൊക്കെ തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് സുമംഗലാമ്മ അന്നേരം പറഞ്ഞു. അജയ് അന്നേരം മുത്തശ്ശി ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞു സുമംഗലയോട്. ഞങ്ങളുടെ അമ്മയോടാ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതെ, ഇതിനിടയിൽ എനിക്കെന്താലേ കാര്യം, നിങ്ങൾക്ക് ഞാൻ അന്യായിട്ടുള്ള ഒരു സ്ത്രീ മാത്രമാണല്ലോ, നിങ്ങൾക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ അല്ലേ, എനിക്കത് അറിയാമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. നിരഞ്ജനയും പ്രത്യേകിച്ച് ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു മരുമകള് വീട്ടിലെ ഒരു പാഴ്വസ്തുവിനെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയേച്ചു പോയി. അടുത്തതിപ്പോൾ കൊച്ചുമക്കളിൽ ഒരാളെങ്കിലും മുത്തശ്ശിയെ കാണാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വൈക്കണ്ണുമായിട്ടേ ഞാൻ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സുമംഗലാമ്മ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴും ഇവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല പുള്ളിക്കാരിയെ. അങ്ങനെ ആർക്കും ഇപ്പോൾ മുത്തശ്ശിയെ വേണ്ട, ഇന്ന് ഞാനെങ്കിൽ നാളെ നീ, അത് തന്നെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യവും. പ്രഭാവതി നീ മക്കളുടെ കൂടെ ചെല്ല്, ഇപ്പം നിന്നെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പം കിട്ടുന്ന പരിഗണന നീ വേണ്ടെന്ന് വെക്കരുത്, അത് പിന്നീട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പറഞ്ഞു മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് സുമംഗല അകത്തേക്ക് കയറിപ്പോയി. സുമംഗലാമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പ്രഭാവതി ഇങ്ങനെ മക്കൾക്കരികിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പം നിരഞ്ജന അമ്മേ മുത്തശ്ശിയും കൂട്ടി അമ്മ വാ, മുത്തശ്ശീനെ ഇവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നിരഞ്ജന പറയുമ്പോൾ അവർക്ക് വീട്ടിൽ വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഇനി വരുമെന്ന് തോന്നുന്നില്ല എന്ന് പ്രഭാവതി പറയുമ്പോൾ അമ്മ ബാഗ് എടുത്തോണ്ട് വാ, ഞങ്ങൾ ഓഫീസിൽ ചെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അജയ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട,
ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിലല്ലേ മക്കളുടെ മുന്നിൽ ജയിച്ചു എന്നുള്ളൊരു ഭാവത്തിൽ എനിക്ക് തിരികെ ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഇറങ്ങിയത് ശേഷിച്ച കാലം എനിക്ക് മനസമാധാനത്തോടെ ജന്മം കഴിക്കാനാണെന്ന് നമ്മുടെ പ്രഭാവതി അമ്മ മക്കളോട് പറയുക. എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യമായി എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിച്ചോളാമെന്നും പ്രഭാവതി പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ മടങ്ങിപ്പോകാൻ നോക്കാനും പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഒരു പരിഭവവും ആരോടും ഇല്ല എന്നും പ്രഭാവതി മക്കളോട് പറയുവാണ്. അത് കേട്ടപ്പോൾ അമ്മ ഈ തീരുമാനം മാറ്റി അമ്മ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. മക്കളോട് അമ്മയ്ക്കല്ലേ ക്ഷമിക്കാൻ കഴിയൂ, പ്ലീസ് അമ്മ വാ അമ്മയെന്ന് പറഞ്ഞ് നിരഞ്ജന നിർബന്ധിച്ച് വിളിച്ചു. അമ്മ വരണമെന്നും പറഞ്ഞു. അമ്മ പണ്ട് എങ്ങനെ കഴിഞ്ഞോ അതുപോലെ ഞാൻ അമ്മയെ നോക്കിക്കൊള്ളാമെന്നൊക്കെ നിരഞ്ജന പറയുക. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല, ഉറപ്പ്. ഞാനല്ലേ പറയുന്നേ, മൈ പ്രോമിസ് അമ്മേ. അപ്പോൾ അപർണ അമ്മയോട് മോശമായി പെരുമാറിയെന്നൊക്കെ എനിക്കറിയാം. അമ്മ ആരുടെ മുന്നിലും തല കുനിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നും അമ്മയെ മുന്നിൽ നിർത്തി വേണം എനിക്ക് അവളോട് സംസാരിക്കാനെന്നുള്ള കാര്യം അമ്മര് പറയാം. അമ്മ വാ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ആരും വേദനിപ്പിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ഞാനും അത്ര നല്ലവളൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും എൻ്റെ പല പ്രവർത്തികളും എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണെന്നും പ്രഭാവതി ഇങ്ങനെ പറയുക. ഇതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണെന്നും അത് മനസ്സിലാക്കിയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും പ്രഭാവതി മക്കളോട് പറയാം. ഇനി അങ്ങോട്ടില്ല എന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ത്രീയെ കണ്ടെന്നും അവരും എന്നെപ്പോലെ നല്ല ഏതോ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ്. അവരിങ്ങനെ തെരുവിലൂടെ അലയുന്നത് കണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവരോട് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.